ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിന്മേലുള്ള സജീവ ചർച്ചയ്ക്ക് വേദിയായി പാർലമെന്റ്. ലോക്സഭയും രാജ്യസഭയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം പശ്ചിമ ബംഗാളിൽ SIRമായി ബന്ധപ്പെട്ട അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 28-ന് പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അർബൻ സഹകരണ ബാങ്കുകൾക്കുള്ള വായ്പാ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കുന്നതിനുള്ള കരട് ഭേദഗതി നിർദ്ദേശങ്ങൾ പുറത്തിറക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സംസ്ഥാന കാർഷിക വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വൈഗ കാർഷിക പ്രദർശന വിപണന മേളയ്ക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റിന്മേലുള്ള സജീവ ചർച്ചയ്ക്ക് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് വേദിയായി. നടപടികൾ പൂർത്തിയാക്കി ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയിൽ കോൺഗ്രസ് MP ശശി തരൂരാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ ബജറ്റ് അവഗണിച്ചതായി ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ഗിഗ് തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷയെക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ലെന്നും പറഞ്ഞു. And what of gig workers, the backbone of our new economy? There is no mention of them in the budget. Their welfare has been deprioritized at a time when unrest grows over the absence of clearly defined benefits, time-bound claims and appeals mechanisms, and mandatory disclosure of work hours, earnings and deductions. This silence further weakens the gig workers' access to social security in practice. ലോകം രാഷ്ട്രീയമായും സാമ്പത്തികമായും കലുഷിതമായ കാലഘട്ടത്തിൽ ഇന്ത്യ സൂക്ഷ്മ സാമ്പത്തിക വളർച്ചയുടെയും സ്ഥിരതയുടെയും ഇടമായി നിലകൊള്ളുകയാണെന്ന് രാജ്യസഭയിൽ ശിവസേന MP മിലിന്ദ് ദിയോറ പറഞ്ഞു. എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുമായി യോജിക്കാത്ത ബജറ്റാണിതെന്ന് DMK അംഗം കനിമൊഴി വിമർശിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി പ്രതിപക്ഷം. ലോക്സഭാ സെക്രട്ടറി ജനറലിന് സമർപ്പിച്ച നോട്ടീസ് പരിശോധിച്ച ശേഷം നിയമാനുസൃത നടപടി സ്വീകരിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം പശ്ചിമ ബംഗാളിൽ SIRമായി ബന്ധപ്പെട്ട അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 28-ന് പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIRന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ ഒരാഴ്ച കൂടി നീട്ടാൻ ഇന്നലെ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 14-ന് പുറത്തിറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. അർബൻ സഹകരണ ബാങ്കുകൾക്കുള്ള വായ്പാ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കുന്നതിനുള്ള കരട് ഭേദഗതി നിർദ്ദേശങ്ങൾ പുറത്തിറക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈടില്ലാത്ത വായ്പകൾ സംബന്ധിച്ച നിയമങ്ങൾ ലളിതമാക്കാനും പരിവർത്തനം ചെയ്യാനും ഭേദഗതിയിൽ നിർദ്ദേശമുണ്ട്. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് 10% വരെ ഈടില്ലാത്ത വായ്പകൾ നൽകാനേ അനുവാദമുള്ളൂ. ഈ പരിധി 20% ഉയർത്താൻ ഭേദഗതി നിർദ്ദേശിക്കുന്നു. കരട് നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായങ്ങൾ മാർച്ച് 4 വരെ RBIയുടെ കണക്ട് ടു റെഗുലേറ്റ് പ്ലാറ്റ്ഫോം വഴിയോ ഇമെയിൽ വഴിയോ സമർപ്പിക്കാം. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനായി 50,000 കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ ആദ്യത്തെ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയമായി കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയതിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കാൻ സർക്കാരിന് സാധിച്ചതായി പറഞ്ഞ മുഖ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സംസ്ഥാനത്തിന് പുരോഗതി നേടാൻ കഴിഞ്ഞതായി ചൂണ്ടിക്കാട്ടി. 60 കോടിയോളം രൂപ ചിലവഴിച്ചാണ് മുണ്ടേരി സ്കൂളിനെ നവീകരിച്ചത്. നൂതന മാതൃകയിലുള്ള ലാബുകളും അഡ്വാൻസ് സയൻസ് റോബോട്ടിക്സ് ലാബും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണം മറ്റന്നാൾ ആരംഭിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ചരിത്രത്തിലാദ്യമായാണ് സ്കൂൾ തുറക്കുന്നതിന് 3 മാസം മുൻപ് പാഠപുസ്തക വിതരണം ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. വേതന സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ സ്വകാര്യ മേഖലയിലെ 25 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് അഷുറൻസ് മാതൃകയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന രക്ഷാകവചം പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി V ശിവൻകുട്ടി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പദ്ധതിയിൽ അംഗമാകുന്ന സ്വകാര്യ മേഖലയിലെ തൊഴിലാളിക്ക് അപകടമരണം സംഭവിച്ചാൽ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ ലഭിക്കും. കാട്ടുപന്നി ശല്യം ഒഴിവാക്കുന്നതിന് സംസ്ഥാനത്തെ എല്ലാ വനം ഡിവിഷനുകൾക്കും കീഴിലുമുള്ള പഞ്ചായത്തുകളിൽ കൂടുതൽ ലൈസൻസ്ഡ് ഷൂട്ടർമാരെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ വനമന്ത്രി AK ശശീന്ദ്രൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നിർദ്ദേശം നൽകി. കാട്ടുപന്നികളെ കൊല്ലുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെലവാക്കുന്ന തുക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും തിരിച്ചു നൽകുമെന്ന വിവരം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും അറിയിക്കുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ജനസൌഹൃദ പോലീസിംഗിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ പോലീസുകാരോട് ആഹ്വാനം ചെയ്ത് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 73 പോലീസ് സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി. വിധി ഈ മാസം 18 പ്രസ്താവിക്കും. ജാമ്യാപേക്ഷയെ പ്രത്യേക അന്വേഷണ സംഘം എതിർത്തു. തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ അടക്കം സാമ്പത്തിക സ്രോതസ്സിന്റെ വിവരങ്ങൾ SIT കോടതിയിൽ ഹാജരാക്കി. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ഫെബ്രുവരി 17 രാത്രി 10 മണിക്ക് ശബരിമല നട അടയ്ക്കും. സംസ്ഥാന കാർഷിക വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വൈഗ കാർഷിക പ്രദർശന വിപണന മേളയുടെ 7ാം പതിപ്പിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. വനിതാ കർഷകരുടെ വിജയഗാഥകൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ പുസ്തകം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ്, സംസ്കരണം, വിപണനം എന്നിവയിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുക, സംരംഭകരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്നിവയാണ് മേളയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുന്ന 250ഓളം സ്റ്റാളുകൾ ഈ മാസം 16 വരെ നടക്കുന്ന മേളയിലുണ്ട്. വിപണന സാധ്യതകൾ, സ്മാർട്ട് ഫാമിംഗ്, നിർമ്മിത ബുദ്ധി തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകളും ഭക്ഷ്യമേളയും വിവിധ കലാപരിപാടികളും മേളയുടെ ഭാഗമായി നടക്കും. കാർഷിക സംരംഭകർക്ക് പ്രായോഗിക നിർദ്ദേശങ്ങളും വായ്പാ സഹായത്തിനുള്ള പ്രോജക്ട് റിപ്പോർട്ടുകളും തയ്യാറാക്കി നൽകുന്ന DPR ക്ലിനിക്കാണ് വൈഗ മേളയുടെ പ്രധാന പ്രത്യേകത. കാർഷിക മേളയുടെ ഭാഗമായി ഈ മാസം 16 കർഷക പാർലമെന്റ് നടക്കും. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കും. കേരളത്തിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പകൽ 11 മുതൽ 3 മണിവരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കുന്നത് തുടരണമെന്നും നിർദ്ദേശമുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ 62 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഹിയറിംഗ് നോട്ടീസ് കൈപ്പറ്റിയ മുഴുവൻ പേരുടെയും ഹിയറിംഗ് പൂർത്തിയാക്കിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും. മറ്റന്നാൾ കേരള PSC നടത്താൻ നിശ്ചയിച്ചിരുന്ന കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിംഗ് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള ഓൺലൈൻ പരീക്ഷ ദേശീയ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 21 മാറ്റി. അമേരിക്കയും കാനഡയും ബന്ധിപ്പിക്കുന്ന പുതിയ ഹോഡി ഗോ പാലം തുറക്കാൻ അനുവദിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാനഡയ്ക്ക് സമീപകാലത്ത് അമേരിക്കയോട് ശത്രുതയും ചൈനയുമായി സൗഹൃദവും വളരുന്നതായി ആരോപിച്ചാണ് നീക്കം. കാനഡയിലേക്ക് ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാനായി അടുത്തിടെ ഒപ്പുവെച്ച കരാറിനെയും ട്രംപ് വിമർശിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 208 പോയിന്റ് ഉയർന്ന് 84,274-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 68 പോയിന്റ് വർദ്ധിച്ച് 25,935-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ബജറ്റിന്മേലുള്ള സജീവ ചർച്ചയ്ക്ക് വേദിയായി പാർലമെന്റ്. ലോക്സഭയും രാജ്യസഭയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം പശ്ചിമബംഗാളിൽ SIRുമായി ബന്ധപ്പെട്ട അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 28 പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അർബൻ സഹകരണ ബാങ്കുകൾക്കുള്ള വായ്പാ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കുന്നതിനുള്ള കരട് ഭേദഗതി നിർദ്ദേശങ്ങൾ പുറത്തിറക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സംസ്ഥാന കാർഷിക വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വൈഗ കാർഷിക പ്രദർശന വിപണന മേളയ്ക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.